ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ച തൃണമൂൽ നേതാവ് രാജ്യം വിട്ടതായി പശ്ചിമബംഗാൾ ഗവർണർ. തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാന് ഭീകരവാദ ബന്ധമുണ്ടെന്ന് പരാതി ലഭിച്ചതായും രാജ്ഭവൻ. DGPക്ക് നൽകിയ കത്തിലാണ് പശ്ചിമബംഗാൾ ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഈ പശ്ചിമ ബംഗാൾ റേഷൻ അഴിമതി വിവാദത്തിൽ കുറച്ച് നാളായി പശ്ചിമ ബംഗാൾ സർക്കാർ ഉരുളുകയാണ്. അതിനിടയിലാണ് ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായത്. ഇപ്പോൾ ഈ ഗവർണറുടെ ഈ ആരോപണം ഗുരുതരമേറിയതാണ്, ഗൗരവതരമുള്ളതാണ്. വിവരങ്ങൾ. തീർച്ചയായും മനു, ഈ റേഷൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ റേഷൻ വിതരണ അഴിമതി സംബന്ധിച്ച വിഷയത്തിലാണ് ഈ കേസ് ഉണ്ടാവുകയും ഈ കേസിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉയരുകയും ചെയ്തത്. തുടർന്നാണ് ED വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. ED അന്വേഷണം ആരംഭിച്ചതിൻ്റെ ഭാഗമായാണ് ഷെയ്ഖ് ഷാനവാസിൻ്റെ വീട്ടിൽ ED പരിശോധനയ്ക്ക് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് എത്തുകയും ഈ പരിശോധനയ്ക്ക് എത്തിയവരെ 200ഓളം പേർ സംഘം ചേർന്ന് വടിയും അതുപോലെ തന്നെ മാരകായുധങ്ങളുമായി ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു. ഈ ആക്രമണം നടന്നതിന് ശേഷം കേസെടുക്കുകയും തൊട്ടടുത്ത ദിവസമാണ്, അതായത് ഉടൻ തന്നെ കേസെടുക്കുന്നതിന് നടപടികളിലേക്ക് നീങ്ങാൻ പശ്ചിമബംഗാൾ പോലീസ് തയ്യാറാവാതിരിക്കുകയും പിന്നീട് കർശനമായ ഗവർണറുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോഴാണ് 3 എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഗവർണറുടെ ഇടപെടൽ ശക്തമായി ഉണ്ടായത്. ഗവർണർ DGPയെ വിളിച്ചു വരുത്തുകയും ചെയ്തു. DGPയും ചീഫ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി. ഇന്ന് DGPക്ക് നൽകിയ കത്തിലാണ് ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത്. കാരണം ഈ ഷെയ്ഖ് ഷാനവാസിനെ ഇത്തരത്തിൽ ചില ഷെയ്ഖ് ഷാജഹാനെ ഇത്തരത്തിൽ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടെന്ന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പശ്ചിമബംഗാൾ ഗവർണർ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾ രാജ്യം വിട്ടതായും, അതായത് ഷെയ്ഖ് ഷാജഹാൻ രാജ്യം വിട്ടതായുമുള്ള സൂചനകളാണ് നൽകുന്നത്. ബംഗ്ലാദേശിലേക്ക് കടന്നു എന്ന സൂചനയും നൽകുന്നുണ്ട്. തീർച്ചയായും വിഷയം ഈ തീവ്രവാദ സ്വഭാവമുള്ളതും അതുപോലെ തന്നെ ബംഗ്ലാദേശിലേക്ക് കടക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ പശ്ചിമബംഗാൾ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ല കേസ് എന്ന് തന്നെയാണ് കൃത്യമായി രാഷ്ട്രപതി ഭവൻ നൽകുന്നൊരു നിർദ്ദേശം. പശ്ചിമബംഗാൾ ഗവർണർ ആനന്ദ് ബോസ് നൽകുന്ന ഒരു നിർദ്ദേശം. അതുകൊണ്ട് തന്നെ കേസ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായും NIA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അന്വേഷണം ഇതിൽ ആവശ്യമായി വരുമെന്ന സൂചന തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അനു. ശരി ഐസൻ.